മലപ്പുറം കാളികാവിലിറങ്ങിയ കടുവയ്ക്കായി RRT സംഘങ്ങളുടെ തിരച്ചിൽ ആരംഭിച്ചു. ക്യാമറ ട്രാപ്പുകളിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായി മൂവ്മെന്റ് മാപ്പ് തയ്യാറാക്കും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, മലപ്പുറം കാളികാവിലെ കടുവ എവിടെ പോയി? ക്യാമറ ട്രാപ്പുകളിൽ കടുവ പതിയാത്ത സാഹചര്യം പ്രതിസന്ധിയാവുകയാണ്. സുജ, ഇന്ന് 9ാം ദിവസമാണ് ഈ കാളികാവ് കടുവ ദൗത്യം ആരംഭിക്കുന്നത്. കാളികാവ്, കരുവാർക്കുണ്ട് ഈ രണ്ട് പഞ്ചായത്തുകളെ ഇതിൻ്റെ ഈ മലയോര മേഖലയിൽ കടന്ന് ജനവാസ മേഖലയിൽ തന്നെ കടുവ കടന്ന് വട്ടം ചുറ്റി കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്നുമായി ഇതിനോട് ചേർന്ന പ്രദേശത്ത് 2 തവണ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും വനംവകുപ്പ് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തെങ്കിലും കടുവയെ പിടികൂടാനോ ഇതിനെ മയക്കി വെടിവെക്കാനോ സാധിച്ചിട്ടില്ല. ഇവിടെ ജനങ്ങളുടെ ജീവിതമാണ് സുജ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക തൊഴിലാളികളുമൊക്കെ തന്നെ ഈ ടാപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ്. ഇവിടെ ഉള്ള 100 കണക്കിന് കുടുംബങ്ങൾ. പക്ഷേ ഇവർക്കൊന്നും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വലിയ പ്രതിസന്ധിയിലാണ് ഈ കുടുംബങ്ങളൊക്കെ തന്നെ ഉള്ളത്. എന്താണ് ഏട്ടാ അവിടുത്തെ ഒരു സാഹചര്യം? ഞങ്ങൾ മലയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ആ എസ്കോളോൻ്റെ അവിടുത്തെ ഈ സാധനം കണ്ടിട്ട് ഇതുവരെ സാധനത്തെ കണ്ടിട്ട് ഇതുവരെ പിടികൂടാനായിട്ടില്ല, വെടിവെക്കാനോ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയിലാണ് ഇരിക്കുന്നത്. പട്ടിണിയും പാടിലാണ് ഇരിക്കുന്നത്. 3 ദിവസമായിട്ട് ഇവിടെ അടിഭാഗത്ത് സാധനം മേടിക്കാൻ കൂടി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എടുക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു തക്കതായ ഒരു നടപടി എടുക്കണം. ഇതിനെ കൂട് വെച്ചിട്ടോ എന്തെങ്കിലും സ്ഥാപിച്ചിട്ട് പുലിനെ മയക്കുടി വെച്ചെങ്കിൽ ഏതെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് താല്പര്യം. താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് അവിടെയാണ് കണ്ടത്. തൊട്ടടുത്ത് 100 മീറ്റർ അകലെയാണ് കണ്ടത് ഈ സാധനത്തെ. 100 മീറ്റർ അകലെ. അപ്പോൾ അതുകൊണ്ട് കൈവന്ന് വേഗത്തിൽ പരിഹാരം കണ്ടുകിട്ടണം. എന്താണ് പറയാൻ തന്നെ പിടിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടുന്ന് കാണും. ഇപ്പോൾ കൊന്നു കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും ഇവിടുന്ന് മയക്ക് കൊടുത്തിട്ടെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയാണ്ട് വല്ല കൂട്ടിലും കൊണ്ടുപോയിട്ടാണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും. ജോലിക്ക് പോകാൻ സംവിധാനം എസ്റ്റേറ്റ് മേഖലയിൽ ഒന്നും പണിക്ക് കയറ്റുന്നില്ല. മാനേജ്മെൻറ്റ് ഒക്കെ നിർത്തിവെച്ചിരിക്കുക. ജോലിക്കാരോട് ആരോടും കയറണ്ടെന്ന് പറഞ്ഞിട്ട് മാനേജർ പറഞ്ഞത് ആരും കയറണ്ടെന്നുള്ള ഓർഡറാണ് അവർ കിട്ടിയിട്ടില്ല. DFO പേപ്പർ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. 3 ഭാഗങ്ങളൊന്നും ജോലി ചെയ്യരുത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നിടത്ത് ഇവിടെ എത്ര ആൾ പണിയെടുക്കും? ഈ എസ്റ്റേറ്റിൽ 30 ആളുകൾ താമസിക്കും. ഇവിടെ എല്ലാവരും ജോലി ചെയ്യണതാണ്. കവറിട്ടത് വെച്ചിക്കുക. 3 മാസം ടാപ്പിങ് നിർത്തി വെച്ചിട്ട് ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങുന്ന ടൈമാണ്. നടക്കേണ്ട സമയമാണ്. പക്ഷേ അതെ, ടാപ്പിങ് നടക്കുന്ന ടൈമാണ് ഇപ്പോൾ, സമയമാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കവറിട്ടത് വെറുതെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതേ പ്രതിസന്ധിയിലായി. ആകെ പട്ടിയത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത സ്ഥലമായി. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒറ്റ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 400ഓളം ഏക്കർ വരുന്ന ഒരു എസ്റ്റേറ്റാണ്. ഇവിടെയുള്ള നിരവധി കുടുംബങ്ങൾ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റാണ്. ഇതേപോലെയുള്ള നിരവധി റബ്ബർ എസ്റ്റേറ്റുകളാണ് ഈ മേഖലയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക കുടുംബങ്ങളും ഈ മേഖലയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്നതോടെ തന്നെ ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ സജീവമാകേണ്ട ഘട്ടങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൽ ഒരു മരം പോലും വെട്ടുപോലും നടക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. എല്ലാം തന്നെ പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇവിടെയുള്ള ആളുകൾ പോകുന്നു. ജോലിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കുട്ടികളാണെങ്കിൽ പോലും രാവിലെ മദ്രസകളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ വലിയ രാത്രിയൊക്കെ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെ വാഹനങ്ങൾ വരെ തടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് രാത്രി അടക്കമുള്ള പെട്രോളിംഗ്, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും ഇവിടെ ഒരു യൂണിറ്റിനെ. അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറം കാളികാവിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി തത്സമയം നമുക്കൊപ്പം ചേർന്നത്. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ എങ്ങും എത്തുന്നില്ല. പ്രതിഷേധവും ശക്തമാണ്.